ദേശീയ സേവാഭാരതി സംസ്ഥാന പ്രതിനിധി സമ്മേളനവും പൊതുയോഗവും തൃശൂരിൽ നടന്നു. ചെമ്പുക്കാവ് ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കല്യാൺ ജുവല്ലേഴ്സ് MD TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ സഹസേവാ പ്രമുഖ് രാജ്കുമാർ മഠാലെ സേവാ സന്ദേശം നൽകി. സേവന പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന് മാതൃകയായ ദേശീയ സേവാഭാരതി ഓരോ വർഷവും സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക പ്രതിനിധി സമ്മേളനവും പൊതുയോഗവുമാണ് തൃശൂരിൽ നടന്നത്. യോഗം കല്യാൺ ജുവല്ലേഴ്സ് MD TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്ത മേഖലയിലടക്കമുള്ള സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വന്തം അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ആ കാലഘട്ടത്തില് പോലീസ് അടക്കം സംഘത്തിനെതിരായിട്ട് നിൽക്കുന്ന പോലീസ് സംഘടന പോലും ഇവരുടെ ആ പ്രവർത്തനങ്ങളുടെ ശൈലിയിൽ സേവാഭാരതി ആളവിടെ അവളെ വിളിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങി എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് ആ മരിച്ച വ്യക്തികൾ ചില കയ്യും കാലൊക്കെ ഉള്ളവർ ജാതി മതഭേദമന്യേ എത്രയോ പേര് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ കർമ്മങ്ങൾ ചെയ്ത് അവരെ ദഹിപ്പിക്കുവാനായിട്ട് ഉള്ള സഹായം നമ്മുടെ സേവാഭാരതി മെമ്പർമാർ ചെയ്തു എന്നെനിക്ക് അറിയാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്. തുടർന്ന് ആദരവും റിപ്പോർട്ട് അവതരണവും നടന്നു. സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് ഹരി അധ്യക്ഷനായ യോഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ സഹസേവാ പ്രമുഖ് രാജ്കുമാർ മഠാലെ സേവാ സന്ദേശം നൽകി. 2 दिन की बैठक में अपने मार्गदर्शन में उन्होंने रखी कि जितने भी हमारी सेवा बस्तियां हैं और ग्राम है और गांव ग्राम के अंदर जो विलेज के अंदर कॉलोनी है सेवा की, ऐसे सभी स्थानों पर संघ शताब्दी तक सेवा का कोई ना कोई स्थिर सेवा स्थायी सेवा कार्य खड़ा होना चाहिए. യോഗത്തിൽ ആപത് സേവയുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട സുരക്ഷ എന്ന പുസ്തകം ഡോക്ടർ അഞ്ജലി ധനഞ്ജയൻ TS കല്യാണരാമന് നൽകി പ്രകാശനം ചെയ്തു. നാല് കാലാംശങ്ങളായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വയനാട്ടിലെ ദുരന്ത മേഖലകളിലെ മുന്നോട്ടുള്ള സേവന പ്രവർത്തനങ്ങളടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചയായി. സേവന പദ്ധതികൾ, ആശ്രയ കേന്ദ്രങ്ങൾ, പരിശീലനങ്ങൾ എന്നിവയെക്കുറിച്ചും സമ്മേളനത്തിൽ അവബോധം നൽകി. 2024-25 വർഷത്തെ നിർവാഹക സമിതി തിരഞ്ഞെടുപ്പും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ജനം, തൃശൂർ.